നരേന്ദ്രമോദി പോലും മാറി നിന്ന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി വിജയിക്കുന്നുണ്ടെങ്കിൽ അത് ബി.ജെ.പി എന്ന ഇലക്ഷൻ മെഷീന്റെ വിജയം കൂടിയാണ്. എന്താണ് സംഭവിക്കുക എന്നറിയാൻ നമ്മൾ കാത്തിരിക്കണം. ഇപ്പോഴും അന്തിമമായി ഒന്നും പറയാറായിട്ടില്ല. ഭൂപീന്ദർ സിംഗ് ഹൂഡയ്ക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഗ്രൗണ്ട് റിയാലിറ്റി എങ്ങനെയാണ് ഹരിയാനയിൽ ഉണ്ടാകുന്നത് എന്ന് കോൺഗ്രസ് അന്തം വിട്ടു നിൽക്കുകയാണ്. ഇത്രയും വലിയ മുന്നോട്ട് പോക്കിൽ നിന്ന് പിന്തിരിയേണ്ടി വന്ന ഘടകം എന്താണ് എന്ന് ആലോചിച്ചറിയാൻ പോലും കഴിയാത്ത നിലയിലേക്ക് കോൺഗ്രസ് വീണു പോകുന്നുണ്ട്. എന്തായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലസൂചനകൾ പുറത്തു വന്നപ്പോഴത്തെ ട്രെൻഡ് എന്നത് നമുക്ക് അറിയാൻ കഴിയുന്നതായിരുന്നു. പക്ഷെ അത് അപ്പാടെ അട്ടിമറിക്കപ്പെട്ടു പോയിരിക്കുന്നു. 70 സീറ്റ് പ്രതീക്ഷിച്ചെടുത്ത് അതിന്റെ നേർപകുതി പോലും തൊടാൻ കഴിയാതെ നിൽക്കുകയാണ് കോൺഗ്രസ് നിലവിൽ. ഇനിയും റൗണ്ടുകൾ ബാക്കിയുണ്ട്. പക്ഷെ 2 റൗണ്ട് കഴിയുമ്പോഴുള്ള ഫലസൂചനയെ നമുക്ക് നിരാകരിച്ചും കൂടാ. എന്തായാലും ഈ നമ്പർ മാറ്റം വന്നേക്കാം. പക്ഷേ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമോ എന്നുള്ള കാര്യം സംശയാസ്പദമാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ. 60 സീറ്റ് എന്ന കോൺഗ്രസിന്റെ സ്വപ്നം ഈ ഒരു നമ്പർ വെച്ച് എങ്ങനെ പൂവണിയാനാണ്? ഇപ്പോഴും എക്സിറ്റ് പോൾ ഏജൻസികൾ ഞങ്ങൾ പറഞ്ഞയിടത്ത് റിസൾട്ട് വരും എന്ന് അവകാശപ്പെടുന്നുണ്ട്. നമുക്ക് 3ാം റൗണ്ടിന്റെ കൗണ്ട് കൂടി വന്നാൽ കുറെ കൂടി ആധികാരികമായി ഈ കാര്യങ്ങൾ പറയാൻ കഴിയും. അന്തിമമായി ഇപ്പോ പോലും ഭൂപീന്ദർ സിംഗ് ഹൂഡ പിറകിലാണ്. ഭൂപീന്ദർ സിംഗ് ഹൂഡയൊക്കെ തിരിച്ചു കയറുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ കോൺഗ്രസിന് ഇപ്പോൾ ഈ നമ്പറുകൾ നൽകുന്നത് ഒരു ഷോക്കാണ്. AICC ആസ്ഥാനത്ത് അനൂപുണ്ട്. AICC ആസ്ഥാനത്ത് ഇപ്പോൾ നേതാക്കൾ പരസ്പരം നോക്കുകയാണ് എന്താണ് ഈ സംഭവിക്കുന്നത് എന്നറിയാൻ ഉള്ള ആകാംക്ഷയും അമ്പരപ്പും അവരെ സംബന്ധിച്ചുണ്ട്. എന്തായാലും ഹരിയാന രാഷ്ട്രീയം ഇങ്ങനെ മാറി എന്നുള്ളതൊരു ടെസ്റ്റ് കേസാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസ് BJP ഇഞ്ചോടിഞ്ചായിരുന്നു. അതിനുശേഷം നമുക്കറിയാം എല്ലാ എക്സിറ്റ് പോളുകളും എല്ലാ പ്രീ പോൾ സർവേകളും കോൺഗ്രസിന്റെ മേധാവിത്വം പ്രവചിച്ചെടുത്ത് BJP പോലും കോൺഗ്രസ് വിജയിക്കുമെന്ന് കരുതിയിടത്താണ് ഈ മാറ്റം. ആദ്യത്തെ ഫലസൂചനകൾ വന്നത് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്ന് വീണ്ടും ഫലസൂചനകൾ വരുന്ന സമയത്താണ് ഇത്രയധികം 33 ഇടത്തേക്ക് കോൺഗ്രസ് കുറഞ്ഞിരിക്കുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന സൂചന. 33ലേക്ക് കുറഞ്ഞു പോയിരിക്കുന്നു കോൺഗ്രസ് എന്ന്. 49ലേക്കാണ് BJP എത്തി നിൽക്കുന്നത് എന്നും നമുക്ക് കിട്ടുന്ന ഫലസൂചനകൾ അനുസരിച്ച് അത് 51ഉം 34ഉമാണ്. 51 ഇടങ്ങളിൽ BJP കൃത്യമായി ലീഡ് ചെയ്യുന്നു. ഒരാളുടെയും ആരുടെയും സഹായമില്ല. ഭൂപീന്ദർ സിംഗ് ഹൂഡയ്ക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാം. जितने रिपोर्ट जाती है उतने सारा जो खबर आई है कांग्रेस की बहुमत आ रही है. 10 साल के बाद क्या कांग्रेस पार्टी उत्तर भारत में वापसी कर रही है? 10 साल के बाद 10 साल के बाद क्या कांग्रेस की सरकार बनने जा रही है? जो ट्रेंड सर चल रहे हैं उसमें BJP खेमे से कहा जा रहा है कि बढ़त बनाएंगे. कहीं नहीं बढ़त बनेगी. आप देखना नतीजा है कांग्रेस का जो ट्रेंड आ रहा है वहाँ कांग्रेस का ज्यादा बहुमत आ रहा है. हजारों लोग जिंदाबाद मुख्यमंत्री के तौर पर आपको देखना चाहते हैं. ये पार्टी फैसला करती है. बीजेपी के बड़े लीडर जो पिछड़ते हुए नजर आ रहे हैं. बीजेपी के बड़े लीडर पिछड़ते हुए नजर आ रहे हैं. कांग्रेस की सरकार बनने जा रही है भाई. सर आपको किसी अलायंस की जरूरत पड़ेगी या कांग्रेस यानी कांग्रेस अपनी मेजोरिटी लाएगी. सर फुल फ्लैग मेजॉरिटी वाली कांग्रेस की सरकार बनेगी, पूरी उम्मीद है आपको? कहे तो जगह कितनी बार चल रहा है. सर क्रेडिट गोज टू राहुल गांधी एंड भूपेंद्र सिंह हुड्डा जी ओनली. क्रेडिट गोज टू पार्टी, राहुल गांधी जी, मल्लिका खड़गे जी, प्रियंका जी, all leaders of the Congress. So what's your and real credit goes to the people of Haryana. കോൺഗ്രസ് അധികാരം തിരിച്ചുപിടിക്കും, കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കും എന്ന ആത്മവിശ്വാസമാണ് ഇപ്പോ ഭൂപീന്ദർ സിംഗ് ഹൂഡ പ്രകടിപ്പിക്കുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ആത്മവിശ്വാസമുണ്ട്. BJPയുടെ നേതാക്കൾ പരസ്യമായി ഇതിനോടകം തന്നെ പ്രതികരണങ്ങൾ നടത്തി കഴിഞ്ഞിട്ടില്ല. നേരത്തെ ഷെൽജയും ഇതേ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. പക്ഷേ റിസൾട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കോൺഫിഡൻസിന്റെ ആധാരം എന്താണ് എന്നുള്ളത് പരിശോധിക്കണം. ഇപ്പോഴും 50-ന് മുകളിലാണ് മധു. 50-ന് മുകളിൽ നിൽക്കുകയാണ്. 51 ഇടങ്ങളിൽ ലീഡ് എടുത്തു നിൽക്കുകയാണ് BJP. ഹരിയാനയിൽ 34 ഇടങ്ങളിലേക്ക് വീണുപോയിരിക്കുന്നു കോൺഗ്രസ് എന്ന് പറയാതെ കഴിയില്ല. അപ്പോഴാണ് ഭൂപീന്ദർ സിംഗ് ഹൂഡ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. തങ്ങൾ മെജോറിറ്റി പിടിക്കും, തങ്ങൾ സർക്കാർ ഉണ്ടാക്കും ഹരിയാനയിൽ നിന്നുള്ളത്. ഹരിയാനയുടെ മുഴുവൻ രാഷ്ട്രീയ പരീക്ഷണങ്ങളിൽ നിന്ന് കോൺഗ്രസ് ഇത്രയും നാളുകൊണ്ട് ഗ്രഹിച്ചെടുത്തത് തങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ്. 70 സീറ്റുകളിൽ വിജയിക്കുമെന്നുള്ളതായിരുന്നു അണികളുടെ ആത്മവിശ്വാസമെങ്കിൽ 60എങ്കിലും തൊട്ടു നിൽക്കും. ഏതാണ്ട് 4-3 സീറ്റുകളിൽ വിജയം സ്വന്തമാക്കും കോൺഗ്രസ് എന്നൊക്കെയുള്ള മുഴുവൻ എക്സിറ്റ് പോൾ ഫലങ്ങളെയും മുഴുവൻ രാഷ്ട്രീയ വിശകലനങ്ങളെയും അപ്പാടെ അട്ടിമറിച്ചുകൊണ്ട് BJP അവരുടെ പ്രയാണം തുടരുകയാണ്, ജൈത്രയാത്ര തുടരുകയാണ് ലീഡു നിലകളിൽ എന്നുള്ളത് നമ്മൾ ആവർത്തിച്ചു പറയുകയും ചെയ്യുന്നു. 51 ഇടങ്ങളിൽ BJP